നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ്ഡ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ ആ ഒരു വിഷു മൂഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരത്തെ പുനർജനി ഹോസ്പിറ്റൽ, പേട്ട അക്ഷരവീതി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ സ്വീറ്റി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫൈബ്രോയിഡ്. പലപ്പോഴും ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരല്പം ഭയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് തോട്ട്സിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് ഫൈബ്രോയിഡ് പല കേസുകളിലും. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഫൈബ്രോയിഡിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഫൈബ്രോയിഡ്? അതിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? സർജറി ഇല്ലാതെ നമുക്ക് ഈ ഫൈബ്രോയിഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ഡോക്ടർ സ്വീറ്റിയാണ് ഫീൽ ദ മൊമെന്റ്സിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടറിന് നമ്മുടെ പ്രേക്ഷകരോട് ആദ്യം തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെയൊക്കെ വേഷം ഒക്കെ കണ്ടാൽ തന്നെ കേരളീയം, കേരളീയർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷു, പൂക്കാലം, കൊന്നപ്പൂവിൻ്റെ സൗന്ദര്യം, പിന്നെ കേരളത്തിൻ്റെ ആ പച്ചപ്പ്, ഇതെല്ലാം നമ്മളിൽ ഓർമ്മ കൊണ്ടുവരുന്നത് പ്രത്യേകമായിട്ട് കേരളീയർക്ക് മാത്രമായിട്ടുള്ള ആ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത് കൊച്ചുനാൾ മുതലേ നമുക്ക് വളരെ ഓർമ്മയിൽ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വിഷുക്കൈ നീട്ടം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം. അത് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു സന്തോഷമുള്ള സമയം എന്തെന്ന് വെച്ചാൽ ഓണത്തിനേക്കാളും സന്തോഷം തോന്നുന്നത് വിഷുക്കാലത്ത് വിഷുക്കൈ നീട്ടം കിട്ടും. വിഷുക്കൈ നീട്ടം നീട്ടം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കസിൻസ് തമ്മിൽ ഇത്രയും രൂപ എനിക്ക് കിട്ടി, ഇത്രയും കിട്ടി എന്നൊക്കെ പറഞ്ഞ ആ സന്തോഷം, അതൊക്കെ വളരെ ഓർമ്മയിൽ നിൽക്കുന്ന വളരെ സൗന്ദര്യം നിറഞ്ഞ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്ന് പറയില്ലേ, അത് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ആരോ പറയുന്ന ഡ്രീം ലൈക്ക് ഡേയ്സ്, കിനാവ് പോലത്തെ ഓർമ്മകൾ, അതാണ് വിഷു. സോ അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഇന്നത്തെ ഞങ്ങളുടെ ഭാഗമായിട്ട് 2 ദിവസം ഈ വിഷുവിൻ്റെ ആ ഒരു ടെമ്പോ, വിഷുവിൻ്റെ ഇത് തുടങ്ങിക്കഴിഞ്ഞു. സോ എല്ലായിടത്തും കൊന്ന പൂത്ത് നിൽക്കുന്നു. പിന്നെ പറ്റുന്നിടത്തോളം ഒക്കെ എല്ലാവരും മരം വെട്ടി മാക്സിമം കളഞ്ഞിട്ടുണ്ട്, എന്നാലും എവിടെയൊക്കെ കാണാൻ പറ്റുന്നോ എല്ലായിടത്തും കൊന്ന കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ദയവേത് മരം വയ്ക്കണം എല്ലാവരും, മാക്സിമം എത്ര പറ്റുമെങ്കിൽ കൊന്ന മരങ്ങൾ ഒരെണ്ണമെങ്കിലും വീട്ടിൽ വയ്ക്കാൻ ശ്രമിക്കണം. പണ്ട് എല്ലാ വീട്ടിലും കൊന്ന നിറച്ചുണ്ടായിരുന്ന സമയമുണ്ട്. പിന്നെ എല്ലാവരും നല്ല സന്തോഷപൂർവ്വം, വിഷു എന്ന് പറയുമ്പം ഒരു പുതിയ വർഷമായിട്ട് അങ്ങ് വടക്കോട്ടൊക്കെ അതൊരു പുതുവർഷമാണ്. തെക്കൻ തിരുവിതാംകൂറിലും തെക്കൻ ഇതിലൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. എന്നാലും നമുക്ക് കണി കാണാനും കണ്ണു പൊത്തിപ്പോയി നമ്മളെ കാണാനും കണി കാണിക്കാനും ഒക്കെ പറ്റിയ ഒരു പ്രത്യേകതര രസകരമായ കുറേ ആചാരങ്ങൾ, കുറേ രസകരമായ കാര്യങ്ങൾ, പുതിയ ഉടുപ്പ് കിട്ടുക, കുറച്ച് വിഷുക്കൈ നീട്ടം കിട്ടുക, ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. കുറച്ചും കൂടെ അതിന് മുമ്പെയുള്ള നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അതൊക്കെ വളരെ സ്വീറ്റ് മെമ്മറീസായിട്ട് വീട്ടിൽ ഒരു വലിയ കുടുംബത്തിൽ അങ്ങനെയൊക്കെ അതിനെ അനുഭവിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും വിഷു ശുഭമായ പ്രതീക്ഷകളും ശുഭമായിട്ടുള്ള എല്ലാം കൊണ്ടുവരട്ടെ. പിന്നെ എന്തിനേയും നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് തരട്ടെ. എല്ലാവർക്കും ശുഭമായ ഒരു വിഷു കാലം ഞാൻ ഐ ബ്ലെസ് യു ഓൾ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എല്ലാവരുടെ ഒപ്പം ഉണ്ടാവട്ടെ. എല്ലാ കേരളീയർക്കും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി വളരെ നന്മ നിറഞ്ഞ ഒരു വിഷു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഐ ജസ്റ്റ് ബ്ലെസ് യു ഓൾ വിത്ത് വെരി വെരി ഹാപ്പി വിഷു. നല്ല വിഷുക്കാലം ഉണ്ടാവട്ടെ. ആൻഡ് വിത്ത് ദാറ്റ് വി സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് ടോപ്പിക് എന്ന് വെച്ചാൽ പ്രതീക്ഷയ്ക്കുള്ള ഒരു സംഭവമാണെന്ന് പറയാൻ പോകുന്നത്. അതായത് സ്ത്രീകളിൽ ഗർഭപാത്രം എടുത്തു മാറ്റാതെ സ്ത്രീകളിലെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന മുഴ
മഴ എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ മഴയാണ്, ഇവിടെ മഴ ഇടി എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. സോ അറിയാതെ മുഴയ്ക്ക് വരെ മഴ എന്നായി പോയതാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. ഈ വേനൽക്കാലത്തിലും വിഷുവിന് വേണ്ടിയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷുക്കാലത്ത്. സോ ഗർഭപാത്രത്തിലുണ്ടാവുന്ന മുഴ അത് എടുത്ത് മാറ്റാതെ, ഗർഭപാത്രം എടുത്ത് മാറ്റാതെ എങ്ങനെ നമ്മൾ അതിനെ വെച്ചുകൊണ്ട്, ഗർഭപാത്രം എല്ലാവർക്കും തോന്നും. എൻ്റെ അടുത്ത് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഇൻഷുറൻസ് ഉണ്ട് മാഡം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഗർഭപാത്രം എടുത്ത് മാറ്റാൻ കുഴപ്പമില്ല. സോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്തും എടുത്ത് മാറ്റുമെന്ന് ചോദിച്ചു. എന്തൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും? ഇപ്പോൾ ഇൻഷുറൻസ് ആണോ ഒരു ബേസ് ലൈൻ? നമുക്ക് എന്ത് അവയവം എടുത്ത് മാറ്റാൻ അല്ല. നമുക്ക് എന്തൊക്കെ ദേഹത്തിൽ ദൈവം വച്ച് തന്നിരിക്കണോ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, കുറച്ച് ദിവസത്തെ മരുന്നുകൾ കഴിച്ചാൽ അത് മാറുമെങ്കിൽ അങ്ങനെ വെച്ചിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇല്ലെങ്കിൽ അതിൻ്റെ പിൻബലമായിട്ട് അടുത്ത വരാൻ പോകുന്നത് എടുത്ത് മാറ്റി കഴിയുമ്പം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ പലർക്കും അതറിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു സ്ത്രീ ഗർഭപാത്രം എടുത്ത് മാറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ഭർത്താവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലെന്നുള്ളത്, പിന്നെ തീരുമാനിക്കുന്നത് ഭർത്താവ്, മറ്റേ ആളുകൾ, വീട്ടുകാരെല്ലാം. ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ആഗ്രഹമല്ല. അത് ഞാൻ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തനിച്ച് വന്നിരുന്ന് കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷേ തീരുമാനിക്കുന്നത് കൂടെയിരിക്കുന്ന ഭർത്താവ്, അവരുടെ ആളുകൾ, അല്ലെങ്കിൽ കൂടെയുള്ളവർ പറയും, ആ നീ മാറ്റിക്കള, ഒരു ദിവസത്തെ കാര്യമല്ലേ, കഴിഞ്ഞു. അല്ലാതെ ഇവിടെ നമ്മൾ ഇത്രയും WHO ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മളെപ്പോലുള്ളവർ റിസർച്ച് ചെയ്യുന്ന, തിരിച്ച് വന്ന് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് പണിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇത്രയും അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന് പറയും, എല്ലാ എതിർപ്പുകളുടെയും ഇടയിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം എടുത്ത് മാറ്റാതിരിക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു മനുഷ്യനുമായിട്ട് 1/2 മണിക്കൂർ സംസാരിച്ചു, എൻ്റെ സഹോദരിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ. പക്ഷേ എനിക്കൊരു നല്ല മറുപടി എനിക്ക് കിട്ടിയില്ല. ഈ മറുപടിയാണ് കിട്ടിയത്, ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് എടുത്ത് മാറ്റാം. പക്ഷേ 2 വർഷം ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി കാണിക്കാത്ത ഒരു മെഡിസിനില്ല. ആ 2 വർഷം അവർക്ക് വെറുതെ കളഞ്ഞതിൽ, വെറുതെ കുറേ മരുന്നുകൾക്ക് വേണ്ടി കളഞ്ഞതിൽ ഒരു ഇതുമില്ല. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ മാത്രമേ അയാൾക്ക് പ്രശ്നമുള്ളൂ. സോ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഐ ഫൈനലി ഫൗണ്ട് മെയിൽസ് വിൽ ഡിസൈഡ് the female's body what should be done. No, അത് പിന്നെ അതിൽ സ്വന്തമായിട്ട് സ്വന്തം തീരുമാനം നടത്തുന്നത്, സ്വന്തം കാലിൽ നിൽക്കുന്ന ധൈര്യമുള്ള സ്ത്രീകൾ കുറച്ച് പേരുണ്ട്. അവരായിട്ട് കാർ ഓടിച്ചു വരും, അവർ തന്നെത്താനെ അവരുടെ മരുന്നുകൾ വാങ്ങിക്കും, പോവും. Who earns for themselves and who stand on their own legs and who have the guts to have their own treatment. അങ്ങനെ കുറേ സ്ത്രീകളുണ്ട്, അവർക്ക് മാത്രമേ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റിന് പോയി I am really very disgusted to say still the males dominate the so-called literate females in this Kerala. So this, I have to say this because last week fully I was disgusted the whole week after hearing like this from a male onto my face that I will do operation for this female. She was only 37 years. Oh. Imagine 37. Ini so much of life left for her. Young lady, ennu venam parayan alle 37 vayasu, and her husband is bound upon he will only do operation for her. Treatment നമ്മൾ തുടങ്ങി 5 മാസം പോലും ആയില്ല. ഇപ്പോൾ UK പോലുള്ള സ്ഥലത്താണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. 12 to 24 months എന്ന് എഴുതി വെച്ചാൽ ഒരു ചെറിയ തോതിൽ വന്നിട്ട് അവർ ഡയബറ്റീസിന് മരുന്ന് കഴിക്കും പോലും അതിനൊക്കെ 2-3 ഗുളികളേ ഉള്ളൂ. അതിങ്ങനെ കഴിച്ച് പോകും. 12 മാസം കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഈ മുഴ തനിയെ അത് അകത്തുനിന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതങ്ങ് പോയിക്കോളും. they know it, so it is easy to deal with. എന്നുവെച്ചാൽ അവരെ എന്ത് തന്നെ തലകുത്തി നിന്നാൽ ഒരു സിസേറിയൻ പോലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ UK in a month in a private hospital or royal hospital wherever it is 1 or 2 സിസേറിയൻസേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ഡോക്ടർമാർ ലാസ്റ്റ് മിനിറ്റ് വരെ they will not touch. ലീഗാലിറ്റീസ് വരും. ഡോക്ടർക്കെതിരെ കോടിക്കണക്കിനുള്ള ഇത് സ്യൂട്ട് വരും. ദറ്റ് ഈസ് എന്തിനു ചെയ്തു, ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിൽ എന്തിനു ചെയ്തു.
ഇവിടെ ഇരിക്കണ പോലെ പോയ ഉടനെ അടുത്ത 4 ദിവസം കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഓപ്പറേഷനാണ്, അഡ്മിറ്റ് ആയിക്കോ, കളഞ്ഞു ഗർഭപാത്രം എന്ന് പറയുന്ന അവസ്ഥയെല്ലാം ഐ ഹാവ് നെവർ സീൻ എനിവെയർ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ആ രീതിയിൽ നോക്കണമെങ്കിൽ ഇന്ത്യ ഈസ് നോട്ട് അറ്റ് ഓൾ ഡെവലപ്ഡ്. ഐ ടോൾഡ് ദിസ് ഇൻ ദ WHO മീറ്റിംഗ്. In this recent meeting I told India is underdeveloped. However developed in India is called the fourth world power, that is per capita income or the income base. But take the females, അവർക്ക് ഇന്നും വോയിസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഇഷ്ടം ഇതേ പറഞ്ഞ സ്ത്രീ തനിച്ച് ഹസ്ബൻഡ് വെളിയിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞതാണ്. അതിനു വേണ്ടി അവർക്ക് വേണ്ടി അരമണിക്കൂർ ഞാൻ വാദിച്ചത്. ഷീ വാസ് ക്രൈയിങ് ടു മീ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ, ബട്ട് പുള്ളി മാത്രമേ ഉള്ളൂ പൈസ പ്രൊവൈഡ് ചെയ്യാം. ഷീ ഹാസ് ലോസ്റ്റ് എ മദർ. അവരുടെ അച്ഛനാണെങ്കിൽ വളരെ വയസ്സായ ആളാണ്, പ്രൊവൈഡ് ചെയ്യാൻ ആരുമില്ല. ഷീ ഈസ് ഹെൽപ്ലെസ്. പേരിനെല്ലാം വെളിയിൽ കണ്ടാൽ എല്ലാം സുഖകരമായിട്ടുണ്ട്, ബട്ട് ഇയാളുടെ പൈസയിൽ വേണം മരുന്ന് വാങ്ങിക്കാൻ. അങ്ങനത്തെ ഗതികെട്ട സ്ത്രീകളുടെ നാടാണ് 80% അങ്ങനത്തെ സ്ത്രീകളുടെ നാടാണ് കേരള. സോ ദർ ഇസ് നോ വുമൺ എംപവർമെൻറ്റ്. ഐ വിൽ ടെൽ ദിസ് ടു എനിബഡി. ഇവിടെ എന്ത് വുമൺസ് കൗൺസിൽ ഉണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും ഒരു സ്ത്രീ, അതേസമയം ഐ ആം ഹാപ്പി ടു സേ ചായക്കട നടത്തുന്ന ഒരു സ്ത്രീയുണ്ട്, തയ്യൽ ഷോപ്പ് വെച്ചിരിക്കുന്ന സ്ത്രീയുണ്ട്. They will come and take their own medicine and they go and they are taking for the past few months and they are committed. ഇത് എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യില്ല. ഞാൻ ഈ മരുന്ന് കഴിച്ച് ഈ മുഴ കുറയണവരെ ഞാൻ മരുന്ന് കഴിക്കുകയുള്ളൂ. ഇതിനി വരുത്താതെ ഇരിക്കും. അത് ഞാൻ മാഡം ഏതുവരെ പറയുന്നുണ്ട്. അവർക്ക് നന്നാവുന്നുമുണ്ട്. ദാറ്റ് ഈസ് വാട്ട് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന, ആ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന മേ ബി ദ മെൻറ്റൽ പോസിറ്റിവിറ്റി ആയിരിക്കും. ഇത് പേടിച്ച് പഠിച്ചാൽ ഇവർ മരുന്ന് തന്നെ വാങ്ങിക്കാൻ വരുന്നത്. പേടിച്ച് പഠിച്ചായിരിക്കും ഇവർ ഓരോ ചെക്കപ്പിന് വരുന്നത്. ബിക്കോസ് ദിസ് മാൻ വിൽ കം ലൈക്ക് എ വില്ലൻ വിത്ത് ഹർ. സീരിയസ്ലി സെയിങ്. ഒരു പ്രാവശ്യം തീർന്നില്ലേ, ട്രീറ്റ്മെൻറ്റ് തീർന്നില്ലേ, ഇതെന്ത് മാജിക്കാണ്. യു നോ വാട്ട് ഫൈബ്രോയിഡ് ഈസ് ഓൾ അബൌട്ട്. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് പറയുന്ന ഒരു മസിലാണ്. ആ ഗർഭപാത്രം എന്ന് പറയുന്ന മസിൽ നിന്ന് അനാവശ്യമായിട്ട് ആ മസിൽ വളർന്നു വരുമ്പോൾ അതൊരു മുഴയായി തോന്നുന്നു. അതാണ് ഫൈബ്രോയിഡ്, മുഴ എന്ന് പറയുന്നത്. ആ ഫൈബ്രോയിഡ് മുഴയാണ് നമ്മൾ വീണ്ടും ചുരുക്കാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ മാംസം പോലത്തെ ഒരു കട്ട. അത് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൊസാമ്പിയുടെ എത്ര കാണും? 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടെ വലുത്. ഒരു 7-8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പപ്പായയുടെ എത്ര കാണും? ഒരു 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചക്കയുടെ അത്ര. സോ ഇതിനെ നമ്മൾ മരുന്ന് കൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റാതെ അത് മാത്രമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് നടക്കണ കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും മാറ്റുമ്പോൾ ഗർഭപാത്രവും ഓവറിയും എല്ലാം കൂടെ എടുത്ത് മാറ്റുക. വിച്ച് മീൻസ് ആ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ സ്ത്രീത്വത്തിൻ്റെ എന്തെല്ലാം ബാക്കിയുണ്ടോ എല്ലാം വെളിയിൽ പോവുകയാണ്. ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അറിയാത്തപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്. കഴിയുന്നിടത്തോളം മുഴ മാറ്റി കൊടുത്തിട്ടുണ്ട്, പറ്റുന്നതൊക്കെയാണെങ്കിൽ. പക്ഷേ ഗർഭപാത്രമേ ഒരു മുഴയായി മാറി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എപ്പോൾ? 10 വർഷത്തിന് മുമ്പേ. അതായത് ഞാൻ ഈ റിസർച്ച് പ്രോസസ്സിലേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു പ്രോസസ്സ് തുടങ്ങിയെന്ന്, അതിലേക്ക് ഈ പ്രോസസ്സ് റിസർച്ച് ചെയ്ത് ഇതിലേക്കൊക്കെ എത്തി ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു 10 വർഷത്തെ നീണ്ട ഒരു ദീക്ഷയാണത്. ഇറ്റ് വാസ് ലൈക്ക് വാട്ട് യു സേ, ഒരു മെഡിറ്റേഷൻ പോലെ വി വർ ഗോയിങ് ത്രൂ ദാറ്റ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും. അത് ഇത് ശരിയാവോ, അതാണ് നമ്മുടെ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ എല്ലാം എടുത്തു കളഞ്ഞ് ഞാൻ തന്നെ ഐ ഹാവ് കമ്മിങ് ത്രൂ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഐ എം കമ്മിങ് ത്രൂ. ഈ ഗർഭപാത്രം 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്നൊരു 3 മുഴ കണ്ടത് ഉടനെ എടുത്ത് മാറ്റുന്നു. അത് നെല്ലിക്കയുടെ സൈസ്, ഓറഞ്ചിൻ്റെ സൈസ്. മേ ബി വിൽ ടേക്ക് 8 to 10 months ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സമയമെടുക്കും. ഒരു 3-4 ഗുളിയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ, പ്ലസ് എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ കാണുമായിരിക്കും. അത് ഇപ്പോൾ ഷുഗർ വന്ന ഡെയിലി മരുന്ന് കഴിക്കൂലേ? വർഷങ്ങളോളം കഴിക്കുന്നവർ. ദിസ് ഈസ് ദ സെയിം തിങ് ഐ എം ടെല്ലിങ് ദം. കഴിക്കും. ഇത് അത്രയൊന്നും വേണ്ട. ഒരു 10-11 മാസം ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്ന് 5 മാസം 6 മാസമാണ്. കഴിഞ്ഞോ? ഐ എം നോട്ട് ഹിയർ ടു ഡു മജീഷ്യനാണോ ഞാൻ? ബട്ട് കറക്റ്റായിട്ട് 6-8 മാസം കൃത്യമായിട്ട് വന്ന് ചെയ്തവർക്ക് ഇങ്ങനത്തെ ഗ്രാഫിൽ ഐ ക്യാൻ സീ ദം. കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ് ഓൾസോ ടു സീ ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 9 ഫൈബ്രോയിഡായിട്ട് വന്ന സ്ത്രീ 11 മാസം 12 മാസം അവർ ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഷീ വാസ്
ടേക്കിംഗ് ട്രീറ്റ്മെൻറ്റ്. അവർ എന്തായാലും ഡോക്ടറെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ കുറയ്ക്കണം. അത് അവർ കമ്മിറ്റഡ് ആയിരുന്നു. അവരെ എതിർക്കാൻ ആരും ഇല്ലായിരുന്നു, അവരെ പുഷ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. നിന്റെ തീർന്നോ എന്ന് ട്രീറ്റ്മെൻറ്റ് ചോദിക്കാൻ ആരും. സോ ഷീ വാസ് ഹാപ്പിലി ടേക്കിംഗ് ട്രീറ്റ്മെൻറ്റ്. അവരുടെ കംപ്ലീറ്റ് 9 ഞാനേ അതിശയിച്ചു പോയി. അടുത്ത സ്കാനിൽ 9 ഫൈബ്രോയിഡും ഇല്ല. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഷി വാസ് ഇൻ സിംഗപ്പൂർ. അവിടെ നിന്ന് തിരിച്ചും അടുത്ത ചെക്കപ്പിന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചെറുത് അടുത്തത് വരും. ഫൈബ്രോയിഡ് ടെൻസ് ടു കം ബാക്ക് അഗെയിൻ. അപ്പോൾ ചെറുത് വരികയാണെങ്കിൽ നമുക്ക് ചെറിയ മെയിൻ്റനൻസിൽ വീണ്ടും ചെറിയ ടാബ്ലറ്റ്സ് എല്ലാം കൊടുത്ത് അങ്ങനെ അങ്ങ് ഓരോന്ന് വെച്ച് കഴിച്ചോളാൻ പറയാം. അത്രേ ഉള്ളൂ. നോക്കിയപ്പോൾ പിന്നെയും ഒന്നുമില്ല. അതെ. സോ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 45-46 കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നില്ല എന്നുള്ളതും ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. അത് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ബട്ട് റിസർച്ച് വൈസ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് പിന്നെയും ഒരു 45-46 വയസ്സിൽ പിന്നെയും 1-2 ചെറുത് വരാം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. പക്ഷേ പ്രാക്ടിക്കലി നോക്കിയപ്പോൾ ആക്ച്വലി അത് വരുന്നില്ല. സോ ഒരു പ്രാവശ്യം എടുക്കണ്ടെന്ന് വെച്ചാൽ ആ ഒരു മനസ്സിൻ്റെ ധൈര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയ മരുന്നിലേ പോയി കണ്ടുന്ന ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ഷീ ക്യാൻ ഗോ. ഞാൻ അതും പറഞ്ഞു നോക്കി ആ ലേഡിയോട്, ഹസ്ബൻഡിനോട്, 1-2 ഗുളികയിൽ ലെറ്റർ ഗോ, എടുത്ത് മാറ്റണ്ട. ഇൻഷുറൻസ് ഉണ്ടെന്ന് വൈ ആർ യു ഗോയിങ് ടു റൺ ടു ടേക്ക് ഇറ്റ് അവേ? 1-2 ഗുളികയിൽ സ്ലോയിൽ പോട്ടെ. ഇപ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയല്ലേ. ഇതേപോലെ ഇങ്ങനെ പോയാൽ പതുക്കെ അത് അകത്തുനിന്ന് പൊടിഞ്ഞ് അങ്ങ് പോവും. അകത്താണ് അത് പോകുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഗ്രോത്ത്, ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതൊരു സിസ്റ്റാണ് എന്നാണ്. ഡോക്ടർ ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? എന്റെ പേര് അരുണിമ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കാണ്. അരുണിമ അല്ലേ? അരുണിമ. ഓക്കെ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂട്രൻ ഫൈബ്രോയിഡ് അഥവാ ഫൈബ്രോയിഡ് യൂട്രസും അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ. ഡോക്ടർ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓക്കെ, എത്ര വയസ്സായി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഇപ്പോ 52 വയസ്സുണ്ട്. ഓക്കെ. അമ്മയ്ക്ക് ഇങ്ങനെ സ്റ്റൊമക്ക് പെയിൻ ആയതുകൊണ്ട് പോയി സ്കാൻ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു. എന്തുണ്ടെന്ന്? മുഴ, മുഴ. അവര് സൈസ് ഒന്നും എനിക്ക് വലിയ പിടിച്ചില്ല. അവരിപ്പോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെഡിസിൻ ആദ്യം കഴിച്ചാൽ മതി, എന്നിട്ട് നമുക്ക് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പോഴും അമ്മയ്ക്ക് പെയിൻ ഉണ്ട്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? ഇത് ഞാൻ ഒന്നും കണ്ടില്ലല്ലോ, സ്കാൻ കണ്ടില്ല. ട്രിവാൻഡ്രത്തല്ലേ? യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ. എൻ്റെ ഹോസ്പിറ്റലും ട്രിവാൻഡ്രത്ത് തന്നെയാണ്, പേട്ടയിൽ പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവിദ്യ റോഡ്. ആ റിപ്പോർട്ടും ഇതും ഒന്ന് കൊണ്ട് കാണിച്ചാൽ ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു. പെയിൻ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കില്ല, വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും. സ്കാൻ കണ്ടാൽ അറിയാൻ പറ്റും പെയിൻ്റെ കാരണം എന്താണെന്നുള്ളത്. പിന്നെ 52 വയസ്സെന്ന് പറയുമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലില് അത് തന്നെ. 52 വയസ്സെന്ന് പറയുമ്പോൾ പീരിയഡ്സ് മാറിയോ? അമ്മയ്ക്ക് ഇപ്പൊ മാറി. പിന്നെ എന്തിനാ എടുത്ത് മാറ്റുന്നത്? അല്ല, മാറ്റുന്നല്ല, ഇങ്ങനെ ഇതുണ്ട്, മുഴയുണ്ടെന്ന് അറിഞ്ഞു. അല്ല, അതാ പറഞ്ഞത്. സോ അതിന്റെ യഥാർത്ഥ കാരണം റിമൂവ് ചെയ്യാന്ന് ഗുളിക കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാ. ഗർഭാശയമല്ല, മുഴയാറ്റ് മാറ്റി കളയാന്ന് പറഞ്ഞു. അത് എന്റെ ആവശ്യം യൂഷ്വലി ഉള്ള തിയറി എന്തെന്ന് വെച്ചാൽ, ഇത് പീരിയഡ്സ് നിൽക്കുമ്പോൾ ഈ മുഴയ്ക്ക് ചെറിയ തോതിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്താൽ തന്നെ ശരീരം തന്നെ പീരിയഡ്സ് നിൽക്കുമ്പോൾ മുഴയെ ചുരുക്കി കുറച്ച് കൊണ്ടുവരും. നമുക്ക് ആദ്യത്തെ ലെവലിൽ ചെറിയ തോതിലുള്ള വെള്ള മെഡിസിൻസും നമുക്ക് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കൊടുത്താൽ തന്നെ മതി. അങ്ങനെയാണ് യൂഷ്വൽ തിയറി. അല്ലാതെ പീരിയഡ്സ് നിൽക്കുമ്പോൾ താനേ അത് ചുരുങ്ങും. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അതിനെ ചുരുങ്ങാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ തിയറി. പീരിയഡ്സ് നിന്ന് കഴിഞ്ഞ് പിന്നെ മുഴ അത് സ്വയം ചുരുങ്ങാനായിട്ടുള്ള ഒരു രീതിയാണ് അതിനുള്ളത്. പീരിയഡ്സ് ഉള്ളപ്പോഴാണ് അത് മുഴ വളരുന്നത്. ഓക്കെ, അപ്പോൾ വരാമെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. അതിൻ്റെ സൈസും ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേദനയുടെ കാരണവും കൂടെ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഒന്ന് വന്നാൽ മതി. എല്ലാ ദിവസവും ഞാൻ ഉണ്ട്, സൺഡേസും ഉണ്ട്. ലാൻഡ് നമ്പറിലോട്ട് ഒന്ന് വിളിച്ചോളൂ, വിളിച്ചിട്ട് വന്നിരുന്നാൽ മതി.
ഓക്കെ, താങ്ക് യു. ഓക്കെ അരുണിമ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. പുനർജനി ഹോസ്പിറ്റൽ, തിരുവനന്തപുരം പേട്ട അക്ഷരവീതി റോഡിലാണ്. ഹോസ്പിറ്റലിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടറിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡോക്ടർ, ഈ ശരാശരി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടു കഴിഞ്ഞാലും അതൊരു സിസ്റ്റം എന്നുള്ളൊരു, അപ്പോൾ എന്താണ് ഈ ഫൈബ്രോയിഡും സിസ്റ്റം വ്യത്യാസം? ഇപ്പോൾ മുഴ എന്ന് പറയുന്നത് എവിടെ വന്നാലും മലയാളികൾ വിചാരിക്കുന്നത് കുറച്ച് അല്പ അറിവ് ഉണ്ടല്ലോ. അപ്പോൾ വാട്ട് എവർ ദേ തിങ്ക് ഇറ്റ് ഇസ് ക്യാൻസർ. അതെ. പിന്നെ നമുക്ക് ഗൂഗിൾ ബാബ ഉണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ബാബ വിൽ ഓൾവേസ് സേ വേഴ്സ്റ്റ് ഫസ്റ്റ്, ബെറ്റർ ലാസ്റ്റ്. അപ്പോൾ ഡോക്ടർ, ഞാൻ ഒന്നുകൂടെ ഇടപെട്ടോട്ടെ, ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? എന്റെ വൈഫിന് വേണ്ടിട്ടായിരുന്നേ. ഓക്കെ, സ്ഥലം ഒന്ന് പറയോ, എവിടുന്നാണ് വിളിക്കുന്നത്? ട്രിവാൻഡ്രത്തുനിന്നാണോ? കൊല്ലത്തുനിന്നാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫൈബ്രോയിഡ് യൂട്രസും അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റും ആണ്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. പുള്ളിക്കാരിക്ക് 39 വയസ്സുണ്ട്. ഓക്കെ. പുള്ളിക്കാരി ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ട്രിവാൻഡ്രത്ത് തന്നെ പുള്ളി വർക്ക് ചെയ്യുന്നത്. ശരി. പുള്ളിക്കാരി ഇപ്പൊ പ്രോഗ്രാം കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ശരി. അതെ. പുള്ളിക്കാരിക്ക് ഒരു നെല്ലിക്കയുടെ അത്രയും വരും ഏകദേശം മുഴ. പുള്ളിക്കാരിക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞത് സ്റ്റൊമക് പെയിൻ, ട്രിവാൻഡ്രത്ത് തന്നെ അല്ലേ? അതെ, പുള്ളിക്കാരി ട്രിവാൻഡ്രത്താണ്. സ്കാൻ ചെയ്ത റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടോ കയ്യില്? പുള്ളിക്കാരിയുടെ എന്നാ വന്ന് കാണാൻ പറയേ. ഓപ്പറേഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഇപ്പൊ ഈ അടുത്ത സമയത്താണ് തുടങ്ങിയത്. ശരി. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് പീരീഡ് ടൈമിലൊക്കെ ഇങ്ങനെ വേദനയുണ്ട്. പിന്നെ ഈ എന്തെങ്കിലും ഫുഡിന്റെ ഒക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ പെയിൻ ഉണ്ടെന്നാ പറയുന്നത്. ശരി ശരി. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേറൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല ഏതെങ്കിലും ഒരു ബെറ്റർ സ്കാൻസ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നോക്കാൻ പറ്റും. ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞാൽ മതി. ട്രിവാൻഡ്രത്ത് തന്നെ അല്ലേ? ഞാനും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ, പേട്ടയിലാണ്. അല്ല, ഞാൻ പേട്ടയിലാണ് ഇപ്പോ. ഗൈനക് അക്ഷരവീഥി റോഡിലാണ്. പേട്ട അക്ഷരവീഥി റോഡ്, പുനർജനി ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പം അതിൽ ലാൻഡ് നമ്പർ വരുന്നുണ്ട്, അതിലോട്ടൊന്ന് വിളിച്ച് വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വഴി അതിൽ ചോദിച്ചോളാൻ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മുടെ പുനർജനി ഹോസ്പിറ്റൽ തിരുവനന്തപുരം പേട്ട അക്ഷരവീതി റോഡിലാണ്. നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ വിളിച്ച് ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത് തീർച്ചയായിട്ടും പോയി മീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ സംസാരിച്ചിരുന്നത് ഈ സിസ്റ്റം ഫൈബ്രോയിഡ് തമ്മിൽ ഇതിൽ ഈ പല പ്രാവശ്യവും ഗർഭപാത്രം മാറ്റാനുള്ള ഒരു കാരണം നമ്മുടെ ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളികൾക്ക് കുറച്ച് കൂടുതലുണ്ടത്. എവിടെയാണെങ്കിലും ഒരു ചെറിയ മുഴ എന്ന് പറഞ്ഞാൽ മാറ്റണോ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഒരു പ്രശ്നം. എന്താണെങ്കിലും അവർ മാറ്റാൻ റെഡിയാണ്. ഈവൻ അന്നൊരു ഒരു സ്കാനിൻ്റെ ഇടയിൽ ഗോൾ ബ്ലാഡറിലെ പിത്തസഞ്ചി എന്ന് പറഞ്ഞാൽ അതിൽ 3 പോളിപ്പ്, അത് ജന്മന പോലും ഉണ്ടാവാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു 3 ചെറിയ വളർച്ച പോലത്തെ, ദാറ്റ് ക്യാൻ ബി ബർത്തിലുണ്ടാവാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വരാം. അങ്ങനെ ഡെഫിനറ്റ്ലി ഒരു ക്യാൻസറിനോ ഒന്നും അതിൽ എഴുതിയിട്ടില്ല. പക്ഷേ എന്നിട്ടും ഒരു 30-year-old അത്രയേ ഉള്ളൂ. ഷീ ഗോയിങ് ഓൺ ആസ്കിങ് മീ, എടുത്ത് മാറ്റണോ ഗോൾ ബ്ലാഡറിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ ഗർഭപാത്രത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതിലൊരു മുഴ വന്നു എന്ന് പറഞ്ഞാൽ ഈ പല പ്രാവശ്യവും പേഷ്യൻ്റെ ഇനിഷ്യേറ്റീവാണ്. അതെ, ഈ ഗർഭപാത്രം എൻ്റെ അടുത്ത് തന്നെ വന്ന് എത്ര പേഷ്യൻസ്, ഡോക്ടർ ഗർഭപാത്രത്തിലെ മുഴയല്ലേ, എന്തായാലും ഇത് എടുത്ത് മാറ്റിയേക്ക്, ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. പേടികൊണ്ടാണ് അല്ലേ ഡോക്ടർ? എന്തുകൊണ്ട്? ബോധവൽക്കരണം കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ട്. ഡിഡ് വി ഗിവ് പ്രോപ്പർ ഇൻഫർമേഷൻ? ഡിഡ് എനി ഡോക്ടർ ഗിവ് 10 minutes ടു എ പേഷ്യൻറ്റ് ടു ഗിവ് എൻ ഇൻഫർമേഷൻ? വന്നു മരുന്ന് ചടപടയെന്ന് എഴുതി വരും. 100 OP നോക്കി ഫേമസ് ഡോക്ടർ. ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ബീങ് നെസറിയ എന്നുള്ളത്. യുവർ പെർസ്പെക്റ്റീവ് ഇസ് 100 OPs നോക്കുന്നത് ഫേമസ് ഡോക്ടർ, റൈറ്റ്? സോ ക്വാണ്ടിറ്റി മാറ്റേഴ്സ് ഹിയർ, ക്വാളിറ്റി ഡോണ്ട്. സോ why the Western Europe and whatever you say in US,
10 പേരെ അവിടെ നോക്കാൻ പറ്റുള്ളൂ. മാക്സിമം യു ക്യാൻ ടേക്ക് ഓൺലി 15 അപ്പോയിൻമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ദേ ഡോണ്ട് സേ OP. യു ക്യാൻ ടേക്ക് ഓൺലി 15 അപ്പോയിൻമെൻറ്റ്സ്. അത് ഗവൺമെൻറ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഈവൻ ഇൻ UK ഇത്ര അപ്പോയിൻമെൻറ്റ് പെർ ഡേ എന്ന് വെച്ചിരിക്കണത് എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ഡോക്ടർമാർ ഇങ്ങനെ ഇതുപോലെ നോക്കി തള്ളും. ഈവൻ NHSൽ ദറ്റ് ഈസ് നാഷണൽ ഹെൽത്ത് സർവീസിൽ UK യു കനോട്ട് ഗോ മോർ ദൻ ദാറ്റ്. എന്തെന്ന് വെച്ചാൽ if you increase the quality, your quantity, your quality will reduce എന്ന് എല്ലാവർക്കുമേ അറിയാം. ആ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ഇത് വെക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ത്? 135 കോടിയുണ്ട്. അതിൽ നമുക്ക് 15 നോക്കിക്കൊണ്ടിരുന്ന ബാക്കി 150. സോ ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഐ ഹാവ് സീൻ ദ ഗൈനക്കോപ്പി 400 OP വരും. സോ ഹൗ മച്ച് ക്വാളിറ്റി വി ക്യാൻ ഗിവ് ടു ദം? എത്ര പ്രാവശ്യം നമുക്ക് വന്നിട്ട് ഒരാളുടെ അടുത്ത് 10 മിനിറ്റ് സംസാരിക്കുന്ന 10 സെക്കൻഡ് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. സോ ഇത് വന്നു നമ്മളുടനെ മരുന്ന് എഴുതി, വി ഹാവ് ഡൺ സംതിങ്. ആ OP തീർത്തു. ദിസ് ഈസ് വാട്ട് വി ആർ ഓൾ ഡൂയിങ്. സോ ഗവൺമെൻറ് സെക്ടറിലും അത്രയും നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത്രയും ഒരു അതായത് 400 പേര് വരണമെങ്കിൽ നമുക്കൊരു 10 OP ഇടണം, അറ്റ്ലീസ്റ്റ് 40 പേരിടണം. ബട്ട് വി ഹാവ് ഓൺലി 5 OP റൂംസ്. സോ യു ക്യാൻ ഇമാജിൻ ദി നമ്പർ ഓഫ് ഇത്. അപ്പം നമ്മൾ അതിനേറ്റ് നമ്മുടെ ഫെസിലിറ്റീസ് ഒരിക്കലും ഹെൽത്ത് സെക്ടറിനെ ഒരുപാട് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടിരുന്ന വൺ സ്റ്റേറ്റിൽ ഒന്ന് കേരളയാണ്. അതായത് ബാക്കിയൊക്കെ നമുക്ക് പറയാം വളരെ ചെറുതാണെന്ന്, മേ ബി സിക്കിം അതുപോലുള്ളവരൊക്കെ. സി ദേ ആർ മച്ച് ബെറ്റർ എന്ന് വെച്ചാൽ അവർക്ക് പോപ്പുലേഷൻ വൈസ് അവർ കുറവാണ്. കേരള ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും കൂടുതൽ, ചെറിയ സ്റ്റേറ്റുമാണ്. എന്നാൽ ഹെൽത്ത് വൈസ് ഹെൽത്ത് കെയർ 0 ആണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിസേറിയൻ എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വെൻ ഐ വാസ് ഡൂയിങ് PG, അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഒരു സിസേറിയൻ വന്നാൽ നമ്മൾ തുന്നുന്ന നൂല് ചെയ്ത് നമ്മൾ വെളിയിൽ എഴുതി കൊടുക്കും. ഒരു 28 നമ്പർ എന്തിനാ ഇത് IV ഡ്രിപ്പ് ചെയ്ത് എല്ലാം നമ്മൾ എഴുതി രാത്രി 12 മണിക്ക് എമർജൻസി ആണെങ്കിലും ബൈസ്റ്റാൻഡറുടെ കയ്യിൽ കൊടുക്കണം. ഐ എം ടെല്ലിങ് യു ദ ബ്രൂട്ടൽ ട്രൂത്ത്. അത് എഴുതി വെളിയിൽ കൊടുക്കണം. ഹീ വിൽ ഹാവ് ടു ഗോ ആൻഡ് ബൈ ആൻഡ് ഗിവ് us എവറിത്തിങ്. എന്നിട്ട് നമ്മൾ സ്റ്റോക്കിലിരിക്കണ ഒരെണ്ണം എടുത്ത് ആ പേഷ്യൻറ്റിന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ എമർജൻസി. PGs ഡു ദി എമർജൻസി സർജറീസ്. എമർജൻസി സിസേറിയൻ ചെയ്തിട്ട് ആ സംഭവമെല്ലാം അതുപോലെ റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് അടുത്ത പേഷ്യൻറ്റിനെ എമർജൻസിക്ക് എടുത്തിട്ട് മറ്റേ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ദെൻ വാട്ട് ഗവൺമെൻറ് ഈസ് ഗിവിങ്? ഓൺലി ദറ്റ് ബെഡ് ആൻഡ് VPGs. നമ്മൾ എൻട്രൻസ് എഴുതി അതിനകത്ത് പോയതുകൊണ്ട് നമ്മളെ ഫ്രീ, നമ്മൾ അതിനകത്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് ദ ബെഡ് വിൽ ബി. ഐ യൂസ് ടു ഓൾവേസ് ലോഫ് അറ്റ് ഇറ്റ്. ബട്ട് ഐ ഹാവ് സീൻ ദ സെയിം തിങ് ഇൻ കർണാടക. ഐ ഹാവ് വർക്ക്ഡ് ഇൻ തമിഴ്നാടു. ഐ ഹാവ് വർക്ക്ഡ് ഇൻ കർണാടക. ഐ ഹാവ് സീൻ ഒരു സാധനം ഞങ്ങൾക്ക് വെളിയിൽ എഴുതി കൊടുക്കണം. ഈവൻ മെറോപ്പിനം എന്നൊക്കെ പറഞ്ഞ് വില കൂടിയ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, 3000 rupees. വി യൂസ് ടു ഗിവ് ഇറ്റ് ഇൻ ചെന്നൈ ഫ്രീ ഫ്രം ലെറ്റ് എനിബഡി ചാലഞ്ച് ദിസ് ടു മീ. ബിക്കോസ് ഐ വർക്ക്ഡ് ഇൻ 2 or 3 states where I have been there. In Pune I have gone. അവിടെ they are giving, most of the antibiotics are given from the medical system itself, Maharashtra medical system. So just because of WHO, we can travel in different states and find out how different medical care. Of course Maharashtra are all giving a very good medical care. Gujarat also they are going with the good medical care. ഇപ്പോൾ അവർ they are trying to go to the villages more. പക്ഷേ ഇവിടെ ആക്ച്വലി ആളുകൾ നല്ല പഠിത്തമുള്ളവരാണ്. അവർ തന്നെ ഈ പറഞ്ഞ പോലെ പോയി ഇൻഷുറൻസ് എടുത്ത് വെക്കാതെ അങ്ങനെ they are surviving by themselves ആണ്. Not because they have any health care from anybody, whoever XYZ a government comes, but people are surviving because of their education, by their hard work, by their money. അത്രേ ഉള്ളൂ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ വലിയ ചാർജസ് ഉണ്ടല്ലോ, ഈ ഹോസ്പിറ്റൽ ചാർജ്, റൂം ചാർജ്, അതൊന്നും ആവുന്നില്ല. അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ സാമാനും അവർ വെളിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തരും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ്സ് നോട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സോ നാച്ചുറലി ഈ ആളുകൾ വന്നിട്ട് എല്ലാത്തിനും പേടിയാണ് അവർക്ക്. ബിക്കോസ് നമുക്ക് വന്നിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ, ക്വാളിറ്റി ഇല്ല. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും അവിടെയും തിരക്കാം. അവിടെ ഒരാളുടെ ഒരു 10 പേരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും കുറേ പേര് ഇപ്പോൾ ഉണ്ടാവും. അവിടെ എല്ലാം തിരക്കുണ്ടാകുമ്പോഴത്തേക്കും ഒരു സമയത്തിന് മുകളിൽ. ആൻഡ് ദർ ഈസ് അനദർ ട്രൂത്ത് ഓൾസോ. ഈ മൾട്ടി സൂപ്പർ അത് ഇത് എന്നൊക്കെ പേരിൽ കുറേ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർക്കെല്ലാം ടാർഗറ്റ് ഉണ്ട്. ഓരോ ഇവിടെ നിന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും, നോട്ട് ഓൺലി ഇൻ കേരള, എല്ലായിടത്തും ബിസിനസ് മെൻ റൺ ദി ഹോസ്പിറ്റൽസ്. ഡോക്ടേഴ്സ് വർക്ക് ഫോർ ദം, ടു ബി ട്രൂത്ത്ഫുൾ. അത്രേ ഉള്ളൂ. You see the top person and the major shareholders will be businessmen. So
ഫൈനലി വോട്ട് അവർക്ക് വന്നിട്ട് ഈ ഏറ്റവും വലിയ ഒരു ഇൻകം കമ്മിങ് എന്ന് പറയുന്നത് ഈ യൂട്രസ് എടുത്ത് മാറ്റുക. സ്ത്രീകൾ ചെയ്യുന്ന 3-4 ഓപ്പറേഷൻ ഉണ്ടാവും, അത് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് ഒരു ഹോസ്പിറ്റലിൻ്റെ വലിയ ഇൻകമാണ്. വി ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. അതിനേറ്റവും പോലെ ഏതാണ് 2 സിസേറിയൻ, ഒരു പ്രസവം നിർത്തുന്നത്, ഒരു ഗർഭപാത്രം മാറ്റുന്നത്. ഇത് 4 ഓപ്പറേഷൻ മിക്കവാറും എല്ലാ സ്ത്രീകളും ചെയ്യുന്നുണ്ട്. ആണുങ്ങൾ എത്ര ചെയ്യുന്നുണ്ട്? സ്ഥിരമായിട്ട് ആണുങ്ങൾക്ക് നമ്മൾ എന്തെടുത്ത് മാറ്റുന്നു? ഒന്നുമില്ല. സിസേറിയൻ ചെയ്യുന്നു? ഇല്ല. അവർക്ക് കൂടി വന്ന ഒരു അപ്പൻഡിസെക്ടമി, അത് അവർ ചെയ്യൂല. ആണുങ്ങൾ സൂചി വെച്ച് അമ്മോന്ന് കിടന്ന് വിളിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. മെൻ വിൽ നെവർ ടോളറേറ്റ് എനിത്തിങ്. ദാറ്റ് ഈസ് ഭയങ്കര തമാശ അവരുടെ കാര്യം. ഒരു ഐ വീടുമ്പോൾ അയ്യോ എന്ന് കിടന്ന് വിളിക്കണം കണ്ടിട്ടുണ്ട്. ഫീമെയിൽസ് വിൽ ജസ്റ്റ് എന്താണെന്നറിയോ, ഒരു പ്രസവ വേദന അനുഭവിച്ചവരാണ്, എന്നിട്ടും വായടച്ച് മിണ്ടാതിരുന്നവരാണ്. സോ ദേ വിൽ ടോളറേറ്റ്. ഒരു ഐ വി ഡ്രിപ്പൊക്കെ ഇടുന്ന അവർക്ക് ഒന്നുമേ ഇല്ല. ദേ വിൽ മിണ്ടാതിരിക്കും. ഐ ഹവ് നെവർ ഹേർഡ് എ സൗണ്ട് ഫ്രം ദം. ആണുങ്ങൾക്ക് ഒരു ഐ ട്രീറ്റ് മെൻ ഓൾസോ ബിക്കോസ് യൂറോഗൈനക് ചെയ്യുന്നുണ്ട്. അയ്യോ എന്നൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കാം. ഒരു ഇത് ലാപ്രോസ്കോപ്പിയുടെ ഇത് എന്താണ് മറ്റേ വീഡിയോ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു, മറ്റേ സിസ്റ്റർ റിമൂവ് ചെയ്യണ ഒരു മനുഷ്യ ഷാർട്ട്, അങ്ങനെ ഒരേ നിപ്പിൽ വീണ് താഴെ വീണ്. ലേഡീസൊക്കെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ബിക്കോസ് ദേ ഹാവ് സീൻ ബ്ലഡ് എവറി മന്ത്. സോ ഇന്നർ സ്ട്രെങ്ത് എവിടെയെന്ന് മനസ്സിലായില്ല. പക്ഷേ ആ സ്ത്രീയെയാണ് ഓപ്പറേഷൻ എന്തെന്ന് വെച്ചാൽ ഷീ ഈസ് റെഡി. ഈ ഫൈബ്രോയിഡിന് ശരിക്കും ഇങ്ങനെ പെയിൻഫുൾ ആണോ ഡോക്ടർ? അത് ആക്ച്വലി സ്പീക്കിംഗ് ഫൈബ്രോയിഡ് സത്യം പറഞ്ഞാൽ അത് വളരുന്ന രീതി അനുസരിച്ചിട്ട് അത് ഗർഭപാത്രത്തിൻ്റെ വെളിയിലോട്ടാണ് വളർന്നു പോകുന്നത്. എന്നുവെച്ചാൽ ഇതാണ് ഗർഭപാത്രമെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ പല ഡയറക്ഷനിൽ വളർന്നു പോകും. ഒരു 6-7 സെൻറ്റിമീറ്റർ വരെയൊന്നും ഒരു പ്രശ്നവും അതാണ് പലരും വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ശേഷം ഞാൻ സ്കാനേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ സ്കാൻ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ വയറിനൊരു ഭാരം ദാറ്റ് ഈസ് ഓൾ ദേ സേ. ഭയങ്കര ആ ഭാരം എപ്പോഴാണ് വരുന്നത്? 7-8 സെൻറ്റിമീറ്ററിലാണ് ഈ ഭാരം തോന്നിക്കുന്നത്. അതെപ്പോഴാണ്? ഈ പെൽവിസിൻ്റെ വെളിയിൽ വരുമ്പോൾ, അതായത് കുട്ടി ഒരു 4-5 മാസം കുട്ടിയുടെ സൈസ് എത്തുമ്പോഴാണ് ഇവർക്ക് ഈ ഭാരമേ തോന്നിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യൂഷ്വലി എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓവർ ബ്ലീഡിങ്ങും ഓവർ പെയിനും ഉള്ളത് അതിനോടൊപ്പം അഡിനോമയോസിസ് പോലത്തെ രോഗവും കൂടെ ചേർന്നിരിക്കുമ്പോഴാണ് വരുന്നത്. ഈ ഭയങ്കര ബ്ലീഡിങ്ങും പെയിനും എല്ലാം കൊണ്ടുവന്ന് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡിൻ്റെ തലയിൽ വെച്ച് അങ്ങനെ യൂട്രസ് മാറ്റുന്നവരുണ്ട്. മുഴയുണ്ടെന്ന് പറഞ്ഞ്. മുഴ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിട്ട് യൂട്രസ് മാറ്റും. എന്നുവെച്ചാൽ ഇവിടെ മലയാളികളുടെ പകുതി പേരുടെയും വിചാരം, അല്ലെങ്കിൽ 100% പേരുടെയും വിചാരം മുഴ, ഗർഭപാത്രം, ഫൈബ്രോയിഡ് മുഴ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ്. ആൻഡ് 100%ഉം അത് ക്യാൻസർ ആവാത്തൊരു സാധനവുമാണ്. എന്നാൽ 100% പേരും വിചാരിക്കുന്നത് അത് മുഴ ക്യാൻസർ ആണെന്ന്. ഹൗ ടു എക്സ്പ്ലെയിൻ ടു ദിസ് പീപ്പിൾ? ഈ ഫൈബ്രോയിഡ് മുഴ 0.01% ആണ് ടെക്സ്റ്റ് ബുക്കിലെ ക്യാൻസർ ആവാനുള്ള സാധ്യത എഴുതിയിരിക്കണം. അപ്പോൾ എത്രയാണ്? കോടിയിൽ 1 പേർക്ക് ഇത്. ഐ ഹാവൻ സീൻ എനി ഫൈബ്രോയിഡ് ടേണിങ് ഇൻ ടു ക്യാൻസർ. ക്യാൻസർ എന്നുള്ള തരത്തിലുള്ളതല്ല യൂട്രസിൽ വരുന്ന ശരിക്കുള്ള മാലിഗ്നൻസി എന്ന് വേണം അതിനെ പറയാൻ. ദാറ്റ് ഈസ് അനദർ ടൈപ്പ്. സാർക്കോമ എന്ന് പറയുന്നത് കാർസിനോമ എന്നുള്ള ടൈപ്പ് അല്ല, വിച്ച് കോമൺ പീപ്പിൾ ക്യാൻ കോൾ ക്യാൻസർ. ആ കാർസിനോമ അല്ല യൂട്രസിൽ വരുന്നത്. സാർക്കോമ എന്നുള്ള ടൈപ്പ് മാത്രമേ യൂട്രസിൽ വരുള്ളൂ. ക്യാൻസർ എന്ന് പറയണത്, സാധാരണ മനുഷ്യൻ ക്യാൻസർ എന്ന് പറയണത്, അത് ഭീകരമായ ടൈപ്പിലാണ് വരുന്നത്. അത് അതാണ് ഒരു മാസം വേണ്ട അത് ഡയഗ്നോസ് ചെയ്യാൻ. അത് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അഗ്രസീവ് ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. അത് വലിയ മുഴയൊന്നും ആവേണ്ട സംഭവമൊന്നുമില്ല. 1-2 സെൻറ്റിമീറ്ററിനകത്ത് ബ്ലീഡ് ചെയ്ത് തീർക്കും. അത് 1 മാസത്തിനകത്ത് പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റും ഷീ ഈസ് ഹാവിങ് എ സാർക്കോമ യൂട്രസ് എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് കാർസിനോമ യൂട്രസ്, ഇറ്റ് ഈസ് സാർക്കോമ യൂട്രസ് ആണ്. അപ്പോൾ തന്നെ യൂട്രസ് എടുത്ത് മാറ്റും ആൻഡ് പേഷ്യൻറ്റ് വിൽ സർവൈവ് വെരി ഈസിലി. ആക്ച്വൽ ക്യാൻസർ യൂട്രസ് വിൽ ഹാവ് ഇനഫ് ഡിഫിക്കൽട്ടി. ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, പെട്ടെന്ന് പേഷ്യൻറ്റ് വിൽ സർവൈവ്. അതാണ് അതിൻ്റെ ഒരു ഗുണം യൂട്രസിൻ്റെ ക്യാൻസറിന്. ഈ മുഴ എന്ന് പറയുന്നത് വർഷങ്ങളോളം ഇങ്ങനെ ഇരുന്ന് പതുക്കെ വലുതാവും. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 8 വർഷമെങ്കിലും എടുത്ത് കാണും അത് അത്രയും ആവാനായിട്ട്. സോ ഒരു അതറിയാതെയാണ് ഇവിടുത്തെ ആളുകൾ. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് 20 വയസ്സ്
ആണ് രണ്ടാമത്തെ കുട്ടിയുടെ വയസ്സ്. അപ്പോൾ ചെയ്ത സ്കാനാണ്. ഇപ്പോൾ ചെയ്ത സ്കാനിലാണ് ഈ 10 സെൻറ്റിമീറ്റർ കാണുന്നത്. അപ്പോൾ ഈ ഒരു 10 വർഷം കൊണ്ട് ഇവർക്കിത് വളർന്ന് ഇത് 10 സെൻറ്റിമീറ്റർ ആയതാണ്. അതിവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ 10 വർഷം കൊണ്ടാവാത്ത ക്യാൻസർ ഇപ്പോഴാകാനാണോ? അല്ല, ക്യാൻസർ ആ വെറൈറ്റിയിലേ വരുന്നില്ല ഡോക്ടർ. അങ്ങനെ സോ ഈ മുഴ ക്യാൻസർ ആവുമെന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യരുത്. പിന്നെ ഈ മുഴയ്ക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യണ പോലെ ഇപ്പോൾ ദേ വിൽ ഗോ. അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, they will go to all the other branches of sciences, like other divisions of science, like they go to Ayurveda, they go to Homeo, they go to Siddha, they go to Unani, everywhere. അവിടെ 2 വർഷം 3 വർഷം ഒക്കെ മുഴയ്ക്ക് ഞങ്ങൾ ചെയ്തു. അവിടെ മുഴ ചെറുതായാലും വലുതായാലും they are not bothered. They come back and say ഇതിപ്പോൾ വലിയ വ്യത്യാസമില്ല, അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഇവിടെ വരുമ്പോൾ തൊട്ട് അടുത്ത മാസം തൊട്ട് മുഴ ചെറുതായി. We are not doing magic in allopathy. We are doing proper internationally protocoled treatment. അത് 2-3 മെഡിസിൻ അത്രേ ഉള്ളൂ. I usually don't go for higher പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് വലിയ വിലയുള്ള മെഡിസിൻസ് ഞാൻ കൊടുക്കാറില്ല. എല്ലാ ടൈപ്പ് മെഡിസിൻസും ഉണ്ട്. ഓരോ നാട്ടിലും നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ആളുകളിൽ അവരുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പതുക്കെ പോയാലും മതി. ദറ്റ് ഈസ് 100 രൂപയുടെ അത് ഉണ്ട്, 10 ഗുളിക 100 രൂപയ്ക്കുള്ളതും ഉണ്ട്. 300 രൂപയ്ക്കുള്ള ഒരു ഗുളികയും ഉണ്ട്. സോ ഇപ്പം UK പോലുള്ള സ്ഥലങ്ങളിൽ വി ക്യാൻ റൈറ്റ് ഇൻ ടു 3 months ആ ഒരു ഗുളിക. ഞാൻ ഒന്നുകൂടെ ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റ്. ഹലോ ഹലോ ഹലോ, ഇത് വേട്ടമുക്കിന്നാണേ. ഫീൽ ദ മൊമെന്റ്സ് ഡോക്ടർ സ്വീറ്റിയിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷയം ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. ഫൈബ്രോയിഡ് യൂട്രസും അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ മാം. ഹലോ. എനിക്ക് 47 വയസ്സായി. ഓക്കെ. പീരീഡ്സ് നിന്നിട്ട് 3 വർഷമായി. ഓക്കെ. അപ്പൊ ഭയങ്കരമായ ചൂടും വെപ്രാളവും മേഡം ഈ പറഞ്ഞ കണക്കുള്ള എല്ലാ അസുഖവും എനിക്കുണ്ട്. ഉറക്കമില്ല. പക്ക മെനോപോസൽ സിംറ്റംസ് അല്ലേ? ശരിക്കും മെനോപോസിന്റെ എല്ലാം ഉണ്ട്. ഉണ്ട്, നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ഐ എം റെഗുലർലി ഡൂയിങ് മെനോപോസൽ ട്രീറ്റ്മെന്റ്. അതിനൊരു പക്ക ന്യൂട്രീഷൻ വെച്ചിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ എല്ലാ പ്രോബ്ലംസും മാറും. അത് നമ്മൾ പല പ്രാവശ്യം ആ ടോപ്പിക് എടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ പ്ലീസ് കം. ട്രിവാൻഡ്രത്ത് ഞാൻ പേട്ടയിലാണ്. പേട്ടയിൽ അക്ഷരവേദി റോഡ് പുനർജനി ഹോസ്പിറ്റൽ. നിയമസഭയിലെ സ്റ്റാഫാണ് മാഡം. അപ്പോ you can come definitely. There is a proper menopausal treatment and clinic for me. You can come. ഇത് കാരണം പല ടെൻഷൻസുകളും 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ദേഹം മൊത്തവും വിയർത്ത് വെപ്രാളവും ഭയങ്കരമായ പ്രശ്നം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം മാഡം. നമുക്ക് മാറ്റാം. അത് ശരിക്ക് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ, നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രീഷനൊക്കെ പോയതുകൊണ്ട്. വി വിൽ ഗിവ് ഇറ്റ് ബാക്ക്. എത്രയോ പേര് വരുന്നുണ്ട് ഇവിടെ നിന്നല്ല, വേറെ പല ദൂരെ നിന്നൊക്കെ വന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇത് കംപ്ലീറ്റ്ലി ഈ അവസ്ഥ മാറും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഭയങ്കര ദേഷ്യം വരും, നമ്മളല്ലാണ്ടില്ല പോലെ തോന്നും. സോ മെനി തിങ്സ്. മെനോപോസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. മുടി കൊഴിച്ചിലുണ്ടാവും, തലമുടി എല്ലാം പൊഴിഞ്ഞു. അതെ. സോ ഒരു സ്ത്രീക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുന്ന ഒരു പർട്ടിക്കുലർ പീരീഡാണ്. അതായത് സൗന്ദര്യപരമായിട്ട് നമ്മുടെ ദേഷ്യം, പിന്നെ നമ്മുടെ ടെമ്പർമെൻറ്റ് ശരിയല്ല, നമ്മൾ കാണാനും ശരിയല്ല, പിന്നെ നമ്മളുടെ ജോയിൻറ്റ് പെയിൻസ്, നമുക്കില്ലാത്ത വേദനയില്ല, എല്ലാ രീതിയിലും ഫിസിക്കലി മെൻ്റലി ഇമോഷണലി. കഴിയുന്നില്ല. 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ്. ഐ അഷ്യൂർ ഐ ക്യാൻ മേക്ക് യു ബെറ്റർ ബിക്കോസ് ഐ എം റെഗുലർലി ഡൂയിങ് ഇറ്റ്. അപ്പോൾ വരാം, തീർച്ചയായിട്ടും വരാം. ഒന്നും അക്ഷരവീഥി റോഡ്. നമ്മുടെ ടെലിവിഷനില് ഡോക്ടറുടെ ഹോസ്പിറ്റലിന്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഷെയർ ചെയ്യും. വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാം, പോയി കാണാം. അവിടെ ഒരു പ്രോപ്പർ മെനോപോസൽ ക്ലിനിക്ക് തന്നെയുണ്ട്. ലാൻഡ് നമ്പർ ഉണ്ട് ഇതില്, ഈ ടിവിയിൽ വരുന്നുണ്ട്. ഈ വിളിച്ച ലാൻഡ് നമ്പർ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഇതിൽ വിളിച്ച. ആ ലാൻഡ് നമ്പറിൽ വിളിച്ചോളൂ, വിളിച്ചാൽ കിട്ടും. വേറൊരു ലാൻഡ് നമ്പറും ഉണ്ട്. ഇപ്പൊ നോക്കി സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്പർ ഉണ്ട്. വേറെ ലാൻഡ് നമ്പറും ഉണ്ട്. ഓക്കെ.
പുനർജനി ഹോസ്പിറ്റൽ, പേട്ട, അക്ഷരവീതി റോഡ്, വളരെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ബൈപ്പാസിന്റെ പാരലായിട്ട് വരുന്ന പേട്ട ടു ഇഞ്ചക്കൽ കിടക്കുന്ന വലിയ റോഡ്, അതിന്റെ നടുക്കായിട്ട് വരും, റോഡ് സൈഡിൽ തന്നെ. എല്ലാ ദിവസവും ഉണ്ട്, സൺഡേയും ഉണ്ട്. 11 to 7. 11 to 7. ഓക്കെ. സൺഡേ ഉണ്ട്, വർക്കിംഗ് വിമന് വേണ്ടി സൺഡേ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഹസ്ബൻഡ് സ്ക്രീൻഷോട്ട് എടുത്ത് മിക്കവരുടെ ഹസ്ബൻഡ്സ് ആണ് നോക്കിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കോളറും അതുപോലെ. അതെ അതെ, ബിക്കോസ് there are supportive husbands also. Very nice. ഈ ടെൻഷനും ഇതൊക്കെ അനുഭവിക്കുന്നത് കാരണം മാഡം Very good. സമാധാനിപ്പിക്കാറുണ്ട് എന്നെ. I'm so happy that husbands are supportive also. Last week I met a disgusting. അത്രയും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാണ് മാഡം ഇങ്ങനെ. Very good, very good. But അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളപ്പോൾ തന്നെ you will definitely get better very soon. So take him and come. ഹോസ്പിറ്റലിൽ പോവാൻ, കൊണ്ടുപോവാൻ. തീർച്ചയായിട്ടും. ജോലിയും വീട്ടിലെ ജോലിയും അവിടുത്തെ ഇതും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ ഇങ്ങനെ ഒരു എവിടുത്തെ സ്റ്റാഫാണ്? മൊത്തം ഇങ്ങനെ വേർത്ത് കണ്ണി കൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി ഇങ്ങനെ വീഴുന്ന ഒരു അവസ്ഥയാണ്. വെള്ളം എത്രത്തോളം പോകുന്നു അത്രത്തോളം ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. പക്ഷെ എന്താ പേര് പറഞ്ഞമ്മ? എന്താ പേര്? ദീപ. ഓക്കെ ദീപ, വിൽ ബി ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം ഫ്രം ഇൻ വിഷു. നല്ല തുടക്കമാവട്ടെ. Come in. Then by next Vishu you will be back on heels. Okay. Back on your toes, Deepa. Okay, good wishes. Okay, Jishi. Happy Vishu also. Thanks for calling. Thank you. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന്. So അപ്പോൾ ദയവ് ചെയ്ത് my message in a short. ഒന്ന്, ഈ ഫൈബ്രോയിഡ് മുഴകൾ ക്യാൻസർ അല്ല. ക്യാൻസർ എന്ന് പേടിച്ച് എടുത്ത് മാറ്റുകയാണെങ്കിൽ 10-12 വർഷമായിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നിരിക്കുന്നു. നിങ്ങൾ എത്രയോ പേര് സ്കാൻ ചെയ്യാത്തവരുണ്ട്. അപ്പോഴേ ആലോചിക്കുമായിരുന്നല്ലോ ചിലപ്പോൾ ക്യാൻസർ ആണെങ്കിൽ എന്നാൽ 6 മാസം കൂടുതൽ എൻ്റെ ദേഹത്തിനകത്ത് എന്തൊക്കെ ക്യാൻസർ ഉണ്ടെന്ന് ഒരു സ്കാനെങ്കിലും ചെയ്ത് നോക്കേണ്ടവരല്ലേ. അങ്ങനെ ഒരാളും നോക്കുന്നില്ല. ഇവിടെ എല്ലാ ലേഡീസിനോടും പറയുന്നുണ്ട് 6 മാസം കൂടുമ്പം ഒരു സാധാരണ സ്കാൻ, വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, വെറും 1000 രൂപ വരുന്ന ഒരു സ്കാൻ ചെയ്ത് നോക്കൂ. ഒരു ചെക്കപ്പിൻ്റെ രീതിയിൽ ആരെങ്കിലും ചെയ്ത് നോക്കാറുണ്ടോ? ഇല്ല. അതിന് സമയം കണ്ടെത്താറുമില്ല. നല്ല ഒരു സീനിയർ സോണോളജിസ്റ്റിനെ കൊണ്ട് ചെയ്ത് നോക്കാമെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യുമ്പം പ്ലീസ് വയറ് വഴിയും ചെയ്യണം, ഉള്ളിൽ കൂടെയുള്ള വെജനൽ സ്കാനും ചെയ്യണം തീർച്ചയായിട്ടും. കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, കുട്ടികളല്ലാതെ കല്യാണം കഴിച്ച എല്ലാ സ്ത്രീകൾക്കും ഉള്ളിൽ കൂടെയുള്ള സ്കാനും മസ്റ്റാണ്. എന്നാലേ കൃത്യമായിട്ട് സ്ത്രീ അവയവങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പെൽവിക് സ്കാൻ കറക്റ്റ് ആവുള്ളൂ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്കാൻ ചെയ്യുമ്പോൾ അത് ഓർത്തുകൊള്ളുക. പിന്നെ 6 മാസം കൂടുമ്പോൾ ഒരു സ്കാൻ ചെയ്യാൻ പറയണ ആരുമേ ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേരോട് ഞാൻ അഡ്വൈസ് ചെയ്താൽ എല്ലാവർക്കും മടിയാണ്. സോ ദാറ്റ് ഈസ് വൺ തിങ് യു ഷുഡ് ഓൾ നോ. 6 മാസം കൂടുമ്പോൾ 15 മിനിറ്റല്ലേ നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാരും ചെയ്യുന്നില്ല. പിന്നെ വർഷങ്ങളുള്ള 2ാമത്തെ കുട്ടിയുടെ സമയത്ത് ചെയ്ത സ്കാൻ, 2ാമത്തെ കുട്ടിക്ക് എത്രാന്ന് വയസ്സെന്ന് ചോദിക്കുമ്പോൾ 20 വയസ്സ്. അപ്പോൾ 20 വർഷമായിട്ട് സ്കാനേ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ പോയി സ്കാൻ ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ 10 സെൻറ്റിമീറ്ററോ 8 സെൻറ്റിമീറ്ററോ 7 സെൻറ്റിമീറ്ററിന് മുഴ. അയ്യോ ഡോക്ടറെ ക്യാൻസർ ആവൂ. അപ്പോൾ ആ 20 വർഷം കൊണ്ട് യു ആർ നോട്ട് ബോതേഡ് ദാറ്റ് യു ഹാഡ് ക്യാൻസർ, അല്ലെങ്കിൽ വയറിനകത്ത് എന്ത് നടക്കുന്നു, വേറെ അവയവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കാം, ഒന്നും ബോതേഡ് അല്ല. ആരെങ്കിലും ഒരാൾ സ്കാൻ ചെയ്യാൻ പോവൂ, വയറിന് ഭാരം തോന്നുന്നു എന്നാൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാം. അപ്പോഴാണോ പേടി തോന്നേണ്ടത് ക്യാൻസർ ആണോ എന്ന്? സോ പ്ലീസ്, ആദ്യത്തെ ബോധവൽക്കരണം തരേണ്ടത്, ഫസ്റ്റ് മെസ്സേജ് ഫോർ യു ഈസ് ഫൈബ്രോയിഡ് മുഴകൾ 0.01% പോലെ പറയുന്നുള്ളൂ ക്യാൻസർ ആവാൻ സാധ്യത. അതും പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതുവരെ നമ്മൾ ആരും ഫൈബ്രോയിഡ് ക്യാൻസറായി കണ്ടിട്ടില്ല. ഇൻ മൈ എക്സ്പീരിയൻസ് ഐ ഹാവ് നോട്ട് സീൻ. ഐ എം എ ബിറ്റ് കുറച്ച് എക്സ്പീരിയൻസ് ടൈം കഴിഞ്ഞു എൻ്റെത്. എന്നാൽ പോലും ഐ എം ടെല്ലിങ് യു, ഐ ഹാവൻറ്റ് സീൻ വൺ ഫൈബ്രോയിഡ് ടേണിങ് ഇൻ ടു ക്യാൻസർ. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ക്യാൻസർ യൂട്രസ് വേറെ രീതിയിൽ നല്ല ബ്ലീഡിംഗ് ആയിട്ട് 1 മാസം 2 മാസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ വർഷങ്ങളോളം ഇരുന്നിരുന്നല്ല അത് ക്യാൻസർ ആവുന്നത്. സോ ഫസ്റ്റ് തിങ് അത്. പിന്നെ ഫൈബ്രോയിഡ് വളരുന്നത് നിങ്ങൾ അറിയേയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നവും അറിയാത്തത്. 7-8 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വലിയ പപ്പായയുടെ സൈസാണ്, പൈനാപ്പിളിൻ്റെ സൈസാണ്. അത്രയും വലിയൊരു മാംസമുഴ ദേഹത്തിനകത്ത് വളർന്നിട്ടും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ഒരു പ്രശ്നവും തരുന്നില്ലെങ്കിൽ, ഫൈബ്രോയിഡ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തരത്തില്ല. നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമേ വളരുന്നുണ്ടോ എന്നറിയുള്ളൂ. സോ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനത്തെ മുഴകളാണെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആൻഡ് വാട്ട് ഐ ഡു എൽ സേ, ഈ WHO ഇപ്പോഴത്തെ റീസെൻറ്റ്
ഞാൻ അതിൻ്റെ ഒരു ചാരിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ പറയാം, നമ്മളുടെ തുടക്കക്കാരായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഡിഫിക്കൽട്ടാണ്. ഓപ്പറേഷൻ ഇല്ലാതെ ഗർഭപാത്രത്തിലെ അസുഖങ്ങളെ മാറ്റുക, ഗർഭപാത്രം മാറ്റാതെ സേവ് വുമൺ ഓർഗൻസ്. ഇപ്പോൾ ഞങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർ, ആദ്യം ഞങ്ങളൊക്കെ ലാപ്രോസ്കോപ്പി കീ ഹോൾ സർജറി ചെയ്തപ്പോഴും ഇതേ പ്രയാസം ഉണ്ടായിരുന്നു. 10-12 വർഷം മുമ്പേ ഇതേപോലത്തെ പ്രശ്നം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് തുറന്നു ചെയ്താലേ ശരിയാവുള്ളൂ, കീ ഹോൾ വഴി ചെയ്യണതെല്ലാം തെറ്റാണെന്ന്. ഇതേ എതിർപ്പ് നേരിടേണ്ടി വന്ന ആളാണ് ഞാൻ. ഇന്നിപ്പോൾ എല്ലാവർക്കും കീ ഹോൾ വെളിയിൽ കൂടെയുള്ള പൈൽസ് വരെ കീ ഹോൾ വഴി ചെയ്യുമോ ചോദിക്കുകയാണ് എൻ്റെ അടുത്തുനിന്ന്. പൈൽസ് വെളിയിൽ കൂടെ കാണുന്ന സാധനം, അതുവരെ മനുഷ്യർ വന്ന് ചോദിക്കുകയാണ് കീ ഹോൾ വഴി ചെയ്യണം. അതേ ഒരു ഹോളാണ്, ഇനി ഏത് കീ ഹോൾ? സോ നൗ പീപ്പിൾ ആർ സോ ക്രേസി ദറ്റ് ഏതൊക്കെ കീ ഹോൾ വഴി ചെയ്യുന്നു ചോദിക്കുന്നു. സോ അപ്പോൾ കാലം എത്ര മാറി 10 വർഷത്തിൽ. സോ ദിസ് വിൽ ഓൾസോ ഷാൽ പാസ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ ഇല്ലാതെ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ എതിർക്കുന്ന എല്ലാവരും 10 വർഷം കഴിയുമ്പം they will start. ഇപ്പോൾ ഓൾറെഡി എ ബിഗർ കമ്പനി ഇൻ US ഹാസ് ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് എ മെഡിസിൻ ഫോർ ഫൈബ്രോയിഡ് കിറ്റ് എന്ന് പറഞ്ഞ് ഇൻ 1 year ഇറ്റ് വിൽ ബി ഫേമസ് ഇൻ ഇന്ത്യ. ഐ ടെൽ യു, അത് 1000 രൂപയ്ക്ക് പോയി നിങ്ങൾ വാങ്ങിക്കാൻ തന്നെയാണ് പോകുന്നത്. എന്നുവെച്ചാൽ അതൊരു വലിയ കമ്പനി അവർ ഇറക്കാൻ പോകുന്നത്. അത് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ്. പക്ഷേ അവർ 1000 രൂപ കിറ്റ്, ഫൈബ്രോയിഡ് കിറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പോയി വാങ്ങിക്കും. ഇപ്പോഴേ ഞാൻ ഐ ടെൽ യു, ഓൾറെഡി ദേ പ്രിപ്പയർഡ് ഇറ്റ്. US-ലത് ഓൾമോസ്റ്റ് അത് ഇറക്കി കഴിഞ്ഞവർ. വൺ കമ്പനി വിച്ച് ഓൾവേസ് ഡസ് ബിസിനസ് ലൈക്ക് ദിസ് and notorious for doing business is going to put out a kit called fibroid kit. അവർക്ക് മനസ്സിലായി ഇത് an area where a good business can be done in India. അതിനൊക്കെ മുമ്പേ നമ്മളിവിടെ തുടങ്ങിയിട്ട് നമ്മൾ സ്ത്രീകളുടെ ഗർഭപാത്രം, അത് ഫൈബ്രോയിഡിന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വേറൊരു അസുഖമുണ്ട്, ഗർഭപാത്രത്തിൽ ഭയങ്കര വേദനയും ഭയങ്കര ബ്ലീഡിങ്ങും ഉണ്ടാക്കുന്ന അഡിനോമയോസിസ്. ആ അസുഖം ഗർഭപാത്രം കട്ടിയായി എന്ന് പറയണം. അതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എങ്ങനെയെങ്കിലും ആ വേദന സഹിക്കാൻ വയ്യ, യൂട്രസ് എടുത്താൽ മാറ്റിയാൽ മതി എന്ന് ചെറിയ പെൺകുട്ടികൾ പോലും പറഞ്ഞു പോകുന്ന ഒരസുഖം, അത് മാറ്റാം. അതേപോലെ ഈ മുഴയുടെ കാര്യം ഞാൻ പറയാൻ കാര്യം, മുഴയുടെ കാര്യം അതുപോലെയല്ല. ഈ ബ്ലീഡിങ്ങും ഇതും വരുന്നത് കുറച്ചും കൂടെ പെട്ടെന്ന് രക്തക്കട്ടകളുള്ളത് മാറ്റാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഫൈബ്രോയിഡ് മുഴകൾ മാറ്റാൻ മാജിക്കായിട്ട് പറ്റത്തില്ല. സോ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. 12 to 24 months എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ദേ അണ്ടർസ്റ്റാൻഡ്. ഇത്രയും സമയത്തിനകത്ത് പതുക്കെ അത് മാറി അകത്തുനിന്ന് അത് വലിയ മുഴയാണ്. 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററിന് മുകളിൽ പോയി അതൊരു വലിയൊരു മുഴയാണ്, മാംസക്കട്ടയാണത്. ഗർഭപാത്രത്തിൽ നിന്ന് വളർന്നു വരുന്ന അതേപോലത്തെ മസിൽസാണ്. സോ അപ്പോൾ അത് ഉള്ളിൽ നിന്ന് വേണം ചുരുങ്ങി തുടങ്ങാൻ, അകത്തുനിന്ന് പൊടിഞ്ഞു തുടങ്ങണം, എന്നിട്ടാണ് അത് ചുരുങ്ങുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലായിടത്തും പോകുമ്പോൾ വേറെ സയൻറ്റിഫിക് ഏരിയാസിൽ പോകുമ്പോൾ 2 വർഷത്തെ ലേഹ്യം കഴിച്ചു, 1.5 വർഷത്തെ അത് കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു എന്നൊക്കെ പറയണേക്കാം. സോ വൈ ഡോണ്ട് യു വെയിറ്റ്? കുറച്ച് പേഷ്യൻസ് ഇവിടെയും കാണിക്കൂ. നമ്മളും മാജിക്കല്ല, അതും എത്രയും ആൻഡ് വെൻ ഐ ഗോ ഫോർ എ പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് പെട്ടെന്ന് കുറയ്ക്കുന്ന മെഡിസിൻസിന് പൈസ കൂടും. സോ ഞാൻ എക്കണോമിക്കൽ സ്റ്റേറ്റസും കൂടെ നോക്കിയിട്ട് ഒരാൾക്ക് താങ്ങാവുന്നുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് കൊടുത്തു പോകുന്നത്. സോ അങ്ങനെ നമ്മളെല്ലാവരും കഴിവതും നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും താങ്ങാവുന്നുള്ള ട്രീറ്റ്മെൻറ്റേ കൊടുക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ വലിയ 300 രൂപയുടെ മരുന്ന് ഡെയിലി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിന് താങ്ങാൻ പറ്റത്തില്ല. സോ സാധാരണ ഇന്ത്യൻസിന് അത് കൊടുക്കുന്നവരുണ്ട്, നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. സോ നമ്മൾ അതിൽ നിന്നും കുറച്ചാണ് കൊടുത്തത്. സോ പ്ലീസ് കുറച്ച് പേഷ്യൻസ് കാണിക്കൂ. ഈ മുഴ ഇപ്പോൾ ഒരു ഷുഗറിൻ്റെ ഗുളിക കഴിക്കും പോലെ 1, 2, 3 ഗുളിക നമ്മൾ തരുന്നുള്ളൂ. വിത്ത് മേ ബി ഒരു ആസിഡിറ്റിയുടെ ഗുളിക കാണും, ഒരു സിറപ്പ് കാണും, ഒരു ന്യൂട്രീഷണൽ ഇത് കാണും, ഇത്രയേ ഉള്ളൂ മോസ്റ്റ്. ഇതിനെ വന്നിട്ട് ഒരു ഡെയിലി ബേസിസിൽ 10-11 മാസം കഴിച്ചു പോകണോണ്ട് വാട്ട് ആർ യു ഗോയിങ് ടു ലൂസ്? മോർ ഓവർ ഈ പറയാൻ കാര്യം, ഈ ഫൈബ്രോയിഡ് വേറെ ദോഷമൊന്നും ചെയ്യണില്ല, അത് വലിയ പെയിൻ ഉണ്ടാക്കുകയോ പ്രശ്നങ്ങളുണ്ടാക്കുകയോ ഒന്നും ചെയ്യണില്ല. അതിൻ്റെ കൂടെ ചിലപ്പം അഡിനോമയോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ അതിന് വേണ്ടി ഒരു ഗുളികയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ 2 അസുഖവും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് പോകും. അതിൻ്റെ കൂടെ ചിലപ്പോൾ PCOD ഉള്ളവരുണ്ട്, അവർക്ക് ഇത് വെച്ച് തന്നെ ട്രീറ്റ് ചെയ്ത് പോകുന്നതുണ്ട്. സോ ദയവ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് വരുമ്പം കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഉടനെ വന്നിട്ട് ആ മുഴയെ പൊട്ടിച്ച് വലിച്ച് കളയാൻ ഇപ്പോൾ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അതെ, അങ്ങനെ ഉടനെ എടുത്ത് മാറ്റണമെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം എടുത്ത് മാറ്റുന്നവരാണ്
യെസ്. അത് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പിന്നെ ഉള്ള സ്റ്റേറ്റസ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഇപ്പോൾ ഒരു മെനോപോസ് ആയ ഒരു ലേഡി വിളിച്ചത് കണ്ടല്ലോ. സോ അതുപോലെ ടോട്ടലി ലൈഫ് ഒരു വെജിറ്റബിളിൻ്റെ ലൈഫ് പോലെയാവും. പിന്നെ ജീവൻ കാണും, ബാക്കി ചേതന എന്ന് പറയുള്ളത് ഇമോഷൻസ്, ഫീലിങ്സ്, ഇതെല്ലാം വിൽ ബി ലോസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. സോ പ്ലീസ്, ഇറ്റ്സ് എ മെസ്സേജ്, കുറച്ചൊരു പേഷ്യൻസ് കാണിക്കൂ വെൻ യു കം ടു ട്രീറ്റ് ഫോർ ഫൈബ്രോയിഡ്. വന്ന ഉടനെ ഡോക്ടർ ഇത് തലയിൽ കയറില്ലേ 5 മാസം 6 മാസം ആകുമ്പോൾ തീർന്നില്ലേ. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യല്ല ഞാൻ. ഇറ്റ്സ് എ ബോഡി, ഹ്യൂമൻ ബോഡിയെ ട്രീറ്റ് ചെയ്യണം. ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാറും. ഇത് വന്നിട്ട് പപ്പായയുടെ എത്ര ഒരു ജാക്ക് ഫ്രൂട്ടിന് ചക്കയുടെ അത്രയോ അല്ലെങ്കിൽ ഒരു പപ്പായയുടെ പൈനാപ്പിളിൻ്റെ അത്ര വലിയൊരു മാംസ കട്ടയെ കുറച്ച് കൊണ്ടുവരും. വി ആർ ട്രൈങ് ഹെവൻ ആൻഡ് എർത്ത് വിത്ത് ലെസ് കോസ്റ്റ്. ഹൈ കോസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഈസി. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, കുറച്ച് ക്ഷമയോടിരുന്നാൽ ഒരു നിങ്ങളുടെ അവയവം നഷ്ടപ്പെടുത്താതെ, സ്ത്രീത്വം നഷ്ടപ്പെടുത്താതെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സ്ത്രീത്വം എന്നുള്ള സംഭവം വിത്ത് സ്ത്രീ ഹോർമോൺസ് നഷ്ടപ്പെടുത്താതെ, കാലെങ്കിൽ അടുത്ത സർജറി കാല് മുട്ടുമാറ്റലായിരിക്കും, ഗർഭപാത്രം എടുത്തു മാറ്റുന്നത്. പിന്നെ ഒരു പെൺകുട്ടി വന്നിരുന്നു 36 വയസ്സിൽ, ദാറ്റ് ഈസ് അതിൻ്റെ ബ്ലാഡർ മുഴുവൻ താഴെ വന്നിട്ട്, ഗർഭപാത്രം 32 വയസ്സിൽ മാറ്റിയത്, 36 വയസ്സിൽ ബ്ലാഡർ താഴെ വന്നു. സോ ഇതൊക്കെയാണ് അടുത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓരോന്നിനും പിന്നെ അതിൻ്റെ ഒരു പിൻബലം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാവും. ആവശ്യമില്ലാതെ ഒരു സംഭവം എടുത്ത് മാറ്റുമ്പം, ആവശ്യമില്ലാതെ എടുത്ത് മാറ്റുമ്പോൾ, സോ ക്യാൻസർ ഒഴിച്ച് വേറെ ഒരു ആവശ്യവുമില്ല ശരിക്കും പറഞ്ഞാൽ ഗർഭപാത്രം എടുത്ത് മാറ്റാൻ. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇംഗ്ലണ്ടിലും US-ലും ഇന്ത്യയിലും, ഈവൻ നമ്മുടെ ഇപ്പോൾ പല ആർട്ടിക്കിൾസ് നമ്മുടെ ഇന്ത്യ മുഴുവനും പല ഡോക്ടേഴ്സ് ആർ സപ്പോർട്ടിങ് ദിസ്. ആവശ്യമില്ലാതെ യൂട്രസ് എടുത്ത് മാറ്റരുതെന്നുള്ളത്. So many people are along with us. So please, ആവശ്യമില്ലാതെ നിങ്ങളുടെ സ്ത്രീകൾ ദയവ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ വോയിസ് ഉയർത്തണം. ഇത് നിങ്ങളുടെ ദേഹത്തിൻ്റെ പ്രശ്നമാണ്, ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. അതിനിപ്പം ഭർത്താവല്ല ആരായിരുന്നാലും നിങ്ങൾക്ക് യു ഹാവ് എ റൈറ്റ് ഓഫ് യുവർ ബോഡി. സോ പ്ലീസ് ടോക്ക് അഗെയിൻസ്റ്റ് ദറ്റ്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന്, അത് ചെയ്യാനാണ് താല്പര്യം, എനിക്ക് ഓപ്പറേഷൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ലേഡി ഹാസ് എ റൈറ്റ് ഓഫ് ഹർ ബോഡി. സോ പ്ലീസ് യൂസ് ദറ്റ് റൈറ്റ്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യർക്കും നമ്മളെ വേണ്ട. കിടന്നു പോയാൽ ഒരാളും നമ്മളുടെ അല്ല, എല്ലാവരും പിന്നെ വളരെ തിരക്കുള്ളവരായി മാറും. നമ്മൾ we will become nobody's nobody. പേഷ്യൻസ് വളരെ പേഷ്യന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. And think, I am arguing for every lady in this India who are in this male dominated society. Definitely it's a male dominated society. When women don't earn for themselves, അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം പൈസയിൽ മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരെ, സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഇല്ലാത്തവരെ, സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി ഇല്ലാത്തവരെ, ഷീ ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് ഫീമെയിൽ. അതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, സങ്കടത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുക. സോ എന്നാൽ കഴിയുന്നത്ര ഞാൻ ആർഗ്യൂ ചെയ്തിട്ടുണ്ട് എത്രയോ ആണുങ്ങളുടെ അടുത്ത്. ബട്ട് ഐ ഹാവ് ഫെയിൽഡ്, വെരി ബാഡ്ലി ഫെയിൽഡ്, ഡിസ്ഗസ്റ്റഡ്. പലയിടത്തും എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് മെനി ടൈംസ് ഐ ഹാവ് ഫെയിൽഡ് ആർഗ്യൂയിങ് വിത്ത് ദിസ് സോർട്ട് ഓഫ് മെൻ. വെരി വെരി ഹൊറിബിളി talking men. Stree is just like that, a garbage, that is our organ should go to garbage ennulla reethil. So I pray at least this issue should bring an open eyes of so many men who are hearing this. Support your wife. She has done so much to you the whole life. At least അവരുടെ ഒരു ആഗ്രഹം നിങ്ങൾ കറക്റ്റ് ചെയ്യുക പ്ലീസ്. So happy Vishu to you all, and I wish the woman in Kerala all the empowerment. ശക്തി എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ ഒരു ശക്തിയും വെളിയിലോട്ട് വരുന്നില്ല. പ്ലീസ് ബ്രിങ് ഇറ്റ് ഔട്ട്. I am with you every time. I will argue with you, your husband or everybody or your son or with everybody. I am there to argue with you. I will be on your side. If possible, I can get sample medicines, whichever you have, if you don't money, if you have no money. So please, I am always there with you. I am here in Kerala, in the capital, in Trivandrum. Wherever you are, you can come to me. എവിടെയാണ് ലോകത്ത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇരിക്കണമെങ്കിലും, നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്കൊരു സഹായമില്ല, നിങ്ങൾക്ക് എതിരെയാണ് ആളുകൾ നിൽക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്രസ് എടുത്ത് മാറ്റണ്ട, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ I am there for you.
സോ വിഷ് യു ഓൾ എ ഹാപ്പി വിഷു ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും കണ്ണുകൾ തുറക്കട്ടെ, നിങ്ങൾ ആരുടെയും അവയവങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെരി ബ്യൂട്ടിഫുൾ ഹാപ്പി വിഷു. നല്ല വെളിച്ചം എല്ലാവരുടെ ജീവിതത്തിലേക്കും എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലേക്കും വരട്ടെ. വിഷ് യു ഓൾ ദ ഫാമിലി എ വെരി വെരി ഹാപ്പി വിഷു വൺസ് അഗെയിൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക് യു.